ഒരു ജനത്തെ ദ്രോഹിക്കണമെന്നുള്ള അത്തരമൊരു ലക്ഷ്യം മുൻനിർത്തി ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവരുമോ? ഒരു ഭരണാധികാരിയുടെ താല്പര്യങ്ങൾ വെച്ചിട്ടാണ് ഈ പദ്ധതികളുടെ ഇതുണ്ടാകുന്നത്. സ്വന്തം താല്പര്യം മാത്രമാണ് നോക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയാണ് നോക്കുന്നതെങ്കിൽ, പാർട്ടിയുടെ സാമ്പത്തിക ലാഭം മാത്രമാണ് നോക്കുന്നതെങ്കിൽ, ജനദ്രോഹപരമായിട്ടുള്ള പദ്ധതികൾ മാത്രമായിരിക്കും നടപ്പിലാക്കുന്നതും കൊണ്ടുവരാൻ പോകുന്നതും. ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അത് ജനങ്ങളുടെ വികസനം മാത്രമാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഓരോ പദ്ധതികളും അതിനകത്ത് ഏതെങ്കിലും ഒരു പദ്ധതിയിന്മേലൊരു വിവാദം പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ? അതാണ് വ്യത്യാസം. ഇന്ന് ഇവിടെ ഒരു സംരംഭം തുടങ്ങാൻ സാധിക്കുമോ? എത്ര സംരംഭകരാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്? ഇതിലും വലിയ അരാജകത്വം എന്താണ് വേണ്ടത്? ഈ വീണ്ടും നമ്മൾ കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ബഫർ സോൺ സമരം നടത്തിയത്? എരുമേലി, ഏഞ്ചൽ വാലി പ്രദേശങ്ങളിൽ ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിൽ അവിടെ അത് ബഫർ സോണായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് സ്കൂളുകളുണ്ട്, ചർച്ചസ് ഉണ്ട്, നിരവധി ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളാണ്, അവരുടെ കൃഷിഭൂമികളുണ്ട്. അങ്ങനെ ഒരുപാട് അവരുടെ കൊച്ചുനാൾ മുതൽ ജീവിച്ച് വന്നിരുന്ന ഒരു പ്രദേശത്തേക്ക് അതിന് ബഫർ സോണാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സാഹചര്യം വരുന്നു. ഇവിടെ ഇത് ബഫർ സോണായിട്ട് വന്നു കഴിയുമ്പോൾ ഇത്രയും ആളുകൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വിഷയം അതവിടെ ഒരു സമരമായിട്ട്, ഇതേപോലെ കേരളയിൽ പോലെ തന്നെ അവിടെ ഒരു സമരമായിട്ട് അവർ തുടങ്ങുന്നു. അന്ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻജിയുടെ കൂടെ, അന്ന് ഞാൻ ജില്ലാ പ്രസിഡൻ്റാണ്, ഞങ്ങൾ അവിടെ പോകുന്നു. അവിടുത്തെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുണ്ട്. ഞങ്ങൾ പോയി ഇവരെ കാണുന്നു. അവർ അവരുടെ വിഷമങ്ങൾ പറയുന്നു. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പദയാത്ര, ഞങ്ങൾ അന്ന് ഒരു പദയാത്ര പറഞ്ഞത് BJPയുടെ പ്രവർത്തകർ നടത്തുന്ന പദയാത്രയല്ല. ഞങ്ങളുടെ പദയാത്രയിൽ ഈ അഫക്റ്റഡ് ഏരിയയിലെ ജനങ്ങളാണ് പങ്കെടുക്കുന്നത്.